മനുജ, കഴിഞ്ഞ 2 ദിവസമായി നമ്മളെ വളരെ അലട്ടിയ ഒരു വാർത്തയായിരുന്നു നമ്മുടെ NH-66 വിള്ളലും അതിന്റെ തകർച്ചയും. നമ്മൾ ഈ സ്റ്റേറ്റ് റോഡുകളെ കാണുന്നത് നമ്മൾ വളരെ ഇടുങ്ങിയ, ഇപ്പോൾ ഈ കേരളത്തിൽ ജനസാന്ദ്രത കൂടുതലായതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് റോഡുകളിൽ വളരെ ഇടുങ്ങിയ രീതിയിലാണ് ഇപ്പോൾ വണ്ടികൾ പോകുന്നത്. നമുക്ക് പേടിയാണ്. സ്റ്റേറ്റ് റോഡുകളിൽ ഒരുപാട് വിള്ളലുകളും ഒരുപാട് കുഴികളും കുണ്ടും കുഴിയും ചാടി ഹൈവേയിലെത്തുമ്പോൾ NH-എത്തുമ്പോഴാണ് നമ്മളൊന്ന് ഫ്രീ ആവുക, ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് പോവുക. പക്ഷേ കഴിഞ്ഞ 2 ദിവസം വന്ന വാർത്ത വളരെ ഭയാനകമായി. NH-ൽ പോവാൻ ആളുകൾ ഭയപ്പെടുന്ന രീതിയിലേക്ക് കേരളത്തിലെ അവസ്ഥ മാറിയതായിരുന്നു. അതിലിപ്പോൾ വളരെ നിർണായകമായ ഒരു വാർത്ത പുറത്തു വരുന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയാണ്, അതിൽ കരാറുകാരായ KNR കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് എന്ന് പറയുന്ന 2 കമ്പനി, അതിലെ 2 ഉദ്യോഗസ്ഥരെയും കേന്ദ്രം താൽക്കാലികമായി ഡീബാർ ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് ഇപ്പോൾ ഈ ഒരു സംഭവം പുറത്തു വന്നതോടുകൂടി കേരളത്തിലെ മറ്റ് പല റോഡുകളിലും സമാനമായ രീതിയിൽ വിള്ളൽ വന്നിട്ടുണ്ട് എന്ന ന്യൂസുകളും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ തന്നെ ചാവക്കാട്, മണത്തല, പറവൂർ, വഴിക്കുളങ്ങര ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സമാന രീതിയിൽ വിള്ളൽ കാണുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത്. ഈ വിള്ളൽ, ഈ തകർച്ച സംഭവിച്ചതിന് ശേഷം ഇതിന്റെ ഈ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഈ പ്രൊജക്ട് ഡയറക്ടർ പുള്ളിക്കാരൻ എന്ത് ലാഘവത്തോടു കൂടിയാണ് ഇതിന് മറുപടി പറഞ്ഞത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് ഇതൊരിക്കലും പ്രൊജക്ടിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വീഴ്ചയല്ല എന്നാണ് അദ്ദേഹം ഇന്നലെ ആ യോഗത്തിൽ പറഞ്ഞത്. പുള്ളി പറയുന്നത് കേരളത്തിലെ കാലാവസ്ഥ, ഈ മഴ പെയ്തപ്പോഴുണ്ടായിട്ടുള്ള കേരളത്തിന്റെ സമ്മർദ്ദം, അടിയിലുണ്ടായ സമ്മർദ്ദം മൂലം മണ്ണ് നീങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായത് എന്നാണ് അദ്ദേഹം ആ യോഗത്തിൽ പറയുന്നത്. ഈ സാമാന്യ ഒരു മനുഷ്യൻ, നമുക്ക് പോലും ഈ കൺസ്ട്രക്ഷനെ എന്തിനാണ് അപ്പോ ഈ അസസ്മെന്റ് ടെസ്റ്റുകൾ എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാണ്. ആഷിക്ക് പറഞ്ഞെടുത്തെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അതായത് അത്ര നിസ്സാരവൽക്കരിച്ചാണ് അദ്ദേഹം സമ്മേളനത്തിൽ അല്ലെങ്കിൽ മീറ്റിംഗിൽ സംസാരിച്ചതെങ്കിൽ എന്തിനാണ് ഇവർ ഇത്രയും കോടികൾ മുടക്കി അസസ്മെന്റ് ടെസ്റ്റും അതുപോലെ സർവേയും ഇവര് ഓരോ ദിവസവും ഇരുന്ന് അസസ്മെന്റ്സും ഒക്കെ നടത്തുന്നതെന്നുള്ളതാണ്. എത്ര പഠനങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ടെന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ അവർ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് നമ്മളോട് പറയുക ചെയ്യുക. ഇങ്ങനത്തെ നടത്തിയിട്ടുള്ള പഠനങ്ങൾക്ക് നമുക്ക് ഓഡിറ്റ് ചെയ്യാനൊരു സംവിധാനവുമില്ല. അതൊരു പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ അല്ല. അപ്പോൾ പബ്ലിക്കലി നമുക്കൊരു സുതാര്യമല്ല ഇവരെന്തെങ്കിലും പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ, എക്കോളജിക്കലി സെൻസിറ്റീവ് സോണാണ്, ആ സെൻസിറ്റീവ് സോണിലുള്ള രീതിയിലാണോ കൺസ്ട്രക്ഷൻ, അതിന് മറ്റു മാതൃകകളുണ്ടോ, നിങ്ങൾ ആ മണ്ണിൻ്റെ പശിമ പരിശോധിച്ചോ, നിങ്ങൾ ഈ മറ്റ് എക്സ്പെർട്സ് ഒപ്പീനിയൻ എടുത്തിരുന്നോ, ഇങ്ങനെ വരാൻ ഇപ്പോൾ സാധ്യതാ പഠനങ്ങളുണ്ട്, അപകട സാധ്യതാ പഠനങ്ങൾ. അപ്പോൾ സാധ്യതാ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി മനസ്സിലാവുന്നതല്ലേ. ഒരു പാടത്ത് പണിയുന്നത് പോലെയാണോ നിങ്ങൾ തിരുവനന്തപുരം പോലത്തെ ഒരു എന്താ പറയുക ഏരിയയിൽ വർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല കുരിയാട് പോലെ പാടശേഖരത്തിൽ റോഡ് പണിയുക. അപ്പോൾ ഇതിലെല്ലാം വ്യത്യസ്തതകളുണ്ട്. അതിനാണ് എക്സ്പേർട്സുകൾ വരിക. അപ്പോൾ അവർ ആ മീറ്റിങ്ങിൽ ലാഘവത്തോടെ സംസാരിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒഫൻസീവാണ്. ആൻഡ് ഓൾസോ എനിക്കിനകത്ത് കേന്ദ്ര സർക്കാർ വളരെ അടിയന്തരമായി ഈ വിഷയത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. വീഴ്ചകൾ പരിഹരിക്കുമ്പോൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കണം, അല്ലേ ആശി? അതെ, കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രം ഒരു സമിതിയെ അയക്കുന്നത് ഇതിനെപ്പറ്റി പഠിക്കാൻ, എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് പഠിക്കാൻ വേണ്ടി ഒരു സമിതിയെ അയക്കുന്നു. അവർ കേരളത്തിൽ വന്ന് ഇതിനെപ്പറ്റി പഠിക്കുന്നു. അവർ പഠിക്കുന്നത് മാത്രമല്ല, അവിടെ പ്രദേശവാസികളായ ജനങ്ങളോട് കൂടി ഇതിനെപ്പറ്റി ചോദിച്ചറിയുന്നുണ്ട്. അവർക്ക് എന്താ പറയാനുള്ളത് എന്നുകൂടി ഇവർ കേൾക്കുന്നുണ്ട്. എന്നിട്ട് അവർ റിപ്പോർട്ട് സമർപ്പിച്ച് 24 മണിക്കൂറിനകമാണ് ഇങ്ങനെ ഒരു ആക്ഷൻ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് സസ്പെൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ അർത്ഥം വലിയ രീതിയിലുള്ള കാരണം ഈ സ്ഥലം പാടം നികത്തിയിട്ടാണ് അവർ ഈ ഹൈവേ പണിയുന്നത്. സ്വാഭാവികമായിട്ടും പാടം നികത്തി ഇതുപോലെ ഒരു ഹൈവേ പണിയുമ്പോൾ അവിടെ വെള്ളക്കെട്ടുണ്ടാവാൻ സാധ്യത ഒരുപാടാണ്. പ്രദേശവാസികൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വെള്ളക്കെട്ട് കൊണ്ട് ബുദ്ധിമുട്ടാണ്, ഈ NH ഹൈവേ വരുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ നേരിടുന്നുണ്ട്. അപ്പൊ അതിനൊന്നും ഒരു പ്രതിവിധി കാണാതെയാണ് ഇവർ ഈ കൺസ്ട്രക്ഷൻ നടത്തുന്നുള്ളത്. പിന്നെ വളരെ ലാഘവത്തോടു കൂടി പറയുന്നു, മഴ പെയ്തപ്പോൾ ഉണ്ടായ സമ്മർദ്ദം മൂലം അടിയിലെ മണ്ണ് മാറിയെന്ന്. കേരളത്തിൽ മഴ പെയ്യില്ലേ? പ്രളയം നടക്കുന്ന മഴ പെയ്യുന്ന പ്രളയത്തെ ഫേസ് ചെയ്യുകയും പിന്നീടുള്ള വർഷങ്ങളെല്ലാം വലിയ വെള്ളപ്പൊക്കത്തെ ഫേസ് ചെയ്യുകയും ചെയ്ത ആൾക്കാരാണ് നമ്മൾ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത്രയും വലിയൊരു പ്രളയം ഈ വർഷം ഇനി വന്നു കഴിഞ്ഞാൽ വരാതിരിക്കട്ടെ. ഇപ്രാവശ്യം ന്യൂനമർദ്ദമായിട്ട് നേരത്തെ മഴ കൂടുതലാണ് എന്നാണ് കാലാവസ്ഥ തരുന്ന മുന്നറിയിപ്പ്. അപ്പൊ ഈ മഴ കൂടുതലാവുമ്പോൾ അത്രയും വെള്ളം വരുമ്പോൾ ഈ കേരളത്തിലെ NH-കളുടെ അവസ്ഥ ഇനി എന്താവും എന്ന ആശങ്ക ജനങ്ങൾക്കുണ്ടാവില്ലേ? ഈ ജനങ്ങൾ ഇത് പേടിച്ച് വേണ്ട ഇനി NH-ലൂടെ വാഹനം ഓടിച്ചു പോകാൻ. നമ്മൾ ആ വിഷ്വൽ കണ്ടതാണ്, ഒരു കാർ അകത്ത് കുടുങ്ങി കിടക്കുന്നത് കാണുന്നതാണ്. ഈ റോഡ് ജനങ്ങൾ തുറന്നു കൊടുത്തിട്ടില്ല, അതിന് മുമ്പെയാണ് ഈ അവസ്ഥ. അപ്പൊ ഈ തുറന്നു കൊടുത്ത റോഡുകളുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതിനെപ്പറ്റി പഠിക്കാനും ഇനിയൊരു സംഘത്തെ അടിയന്തരമായി അയക്കണം എന്നല്ലേ ഇപ്പൊ ഇവിടെ മനസ്സിലാക്കാൻ കഴിയണത്. അതെനിക്ക് തോന്നുന്നത് അവര് ഒരു മലയാളി ആയിട്ടുള്ള ഡോക്ടർ ജിമ്മി തോമസും ഡോക്ടർ അനിൽ ദീക്ഷിത് എന്ന് പറഞ്ഞ 2 പേരാണ് പഠിക്കാനായിട്ട് വന്നത്, വിദഗ്ധ സംഘമായിട്ട്.
അപ്പോൾ അവർ ഇപ്പം ആഷിക്ക് പറഞ്ഞ പോലെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഒരു വിദഗ്ധനായ മറ്റൊരാളെ വെച്ചിട്ടുള്ള ഒരു സംഘം കേരളത്തിൽ കൂടി കടന്നു പോകുന്ന NH-നെ കുറിച്ച് പൂർണ്ണമായി പഠിക്കും എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് ക്ലറിക്കലായ ഒരുപാട് പ്രസ്താവനകളൊക്കെ വരുന്നുണ്ട്. ഇപ്പം മന്ത്രി റിയാസ് ഇതിനോട് ഇപ്പം പ്രതികരിച്ചിട്ടുണ്ട്. അതിന് മുന്നേ അദ്ദേഹം മിണ്ടിയിട്ടില്ലായിരുന്നു. അപ്പം പ്രതികരിച്ചത് ഇങ്ങനെയാണ്: UDF ഇതൊരു സുവർണാവസരമായി കാണരുതെന്നാണ്. അതായത് റിയാസിന് ഇപ്പം പ്രശ്നം ഈ NH-66 കേരളത്തിൻ്റെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്, കേരള CPM-ൻ്റെ അച്ചീവ്മെൻ്റ് ആണ്. അപ്പം അതിനെ കുറച്ച് കാണിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു സുവർണ അവസരമാക്കരുത്. NH-66-ലെ ഈ വന്നിട്ടുള്ള വീഴ്ചകൾ ഞങ്ങൾ പരിശോധിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, CPM-ഉം BJP-യും അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും പാമ്പും പോലെയാണ് വേദികളിൽ പ്രസംഗിക്കുമ്പോൾ. പക്ഷേ ഒരു പ്രശ്നം വന്നപ്പോൾ അത് ചോദ്യം ചെയ്ത പ്രതിപക്ഷം മാത്രമായി റിയാസിന്റെ എതിർപ്പായി മാറിയത്. റിയാസ് ഇതൊരു സുവർണാവസരമായി കാണരുതെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മഴ പെയ്താൽ ഓരോ കാലവർഷം എത്തുമ്പോഴും സ്റ്റേറ്റിന്റെ പണി കഴിഞ്ഞ റോഡുകൾ ഇളകി പോകുന്നതും അതുപോലെ ടാറും ഈ മണ്ണും തമ്മിൽ രണ്ടായി നിൽക്കുന്നത് വരെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അതിലൊരു പരിഹാരമില്ലാതെ ഫ്ലക്സ് വെക്കാൻ മാത്രമാണ് ഈ മിനിസ്റ്റർക്ക് സാധിച്ചിട്ടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് പക്ഷേ നമ്മൾ NH പോലെ ഒരു സംവിധാനം ഒരു റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യം, കാരണം കേന്ദ്രത്തിന്റെ റോഡുകൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി അതിനുണ്ടാവും എന്ന് വിചാരിക്കുന്ന NH-നുള്ളൊരു സ്ഥലപരിമിതികളൊന്നും ഇല്ലാതെ അതിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് വീതിയുണ്ട്, അതിന് കൃത്യമായ നിയമങ്ങളുണ്ട്. നമ്മൾ ടോൾ കൊടുക്കുകയും കൂടെ ചെയ്യുന്നവരാണ്. അതാണ് എടുത്തു പറയേണ്ട കാര്യം. നമ്മൾ ടോൾ കൊടുത്ത് വൃത്തിയും സുരക്ഷിതവുമായ യാത്രയ്ക്ക് വേണ്ടിയാണ് ടോൾ കൊടുക്കുന്നത്. നമുക്ക് മികച്ച യാത്രാ സൗകര്യം യാത്രാ സൗകര്യം എന്ന് പറയുമ്പോൾ സുരക്ഷിതത്വം ഉൾപ്പെടെ വരുന്നുണ്ട്. ഇതൊന്നും പരിഗണിക്കാതെ, ഇതൊന്നും എടുക്കാതെ, അടിസ്ഥാനപരമായി ഇതിനെല്ലാം അവഗണിച്ചിട്ട് എത്രയും വേഗം പണി തീർത്താൽ അത്രയും വേഗം ഫ്ലെക്സ് വെക്കാം എന്നൊരു കാര്യം വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. എന്തായാലും കരാറ് കമ്പനിക്കാർ KNR കൺസ്ട്രക്ഷനെ ഡിബാർ ചെയ്തിരിക്കുന്നു. അവർക്ക് തുടർ കരാറിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്നാണ് അതിൻ്റെ സാങ്കേതികമായി വരുന്നത്. ആ കമ്പനി തന്നെ മറ്റൊരു പേരിൽ ഇനിയൊരു പുതിയ കമ്പനി രജിസ്റ്റർ ചെയ്താൽ അവർക്ക് വരാൻ പറ്റും. ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, സസ്പെൻഷൻ മാത്രമാണ്. എന്തായാലും ഞാൻ പറയുന്നത് ഈ കരാറ് കമ്പനിക്കാരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി കംപ്ലീറ്റ് ആയിട്ട് അവർ ഇനിയൊരു കാര്യം അങ്ങനെ വേണമല്ലോ, കൂടിയുള്ള നഷ്ടം വരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഇനിയെങ്കിലും ഇതിൽ ഉത്തരവാദിത്തം കാണാൻ, മാത്രമല്ല ആഷിക്ക് പറഞ്ഞതുപോലെ പ്രദേശവാസികളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. അവരുടെ ആശങ്കകൾ കൂടി പരിഹരിക്കുമെന്ന് വിദഗ്ധ സംഘം പറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയും നമുക്ക് പ്രശ്നങ്ങളുണ്ട്, അത് സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ലത്.